രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാത്തതിൽ കോൺഗ്രസിൽ അമർഷമുണ്ട്. നിലപാട് കടുപ്പിക്കുകയാണ് വനിതാ നേതാക്കൾ. രാഹുലിന്റെ രാജി വേണമെന്ന് നേതൃത്വത്തോട് വനിതാ നേതാക്കൾ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണം നൽകേണ്ടെന്നാണ് UDFിലും പൊതുവികാരം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് ഘടകകക്ഷികൾ നിലപാടെടുക്കുന്നു. സർക്കാരിനെതിരെ സഭയിൽ പ്രതിഷേധത്തിന് തടസ്സമാകുമെന്നാണ് വിലയിരുത്തൽ. രാജി ആവശ്യവുമായി പ്രതിഷേധം ശക്തമാക്കുകയാണ് LDFും BJPയും. ഋഷിപാലും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഋഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. ഋഷി, രാജി ഉണ്ടായില്ല, പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അത് രാജിയേക്കാൾ വലിയ കുരുക്കായിട്ട് മാറുകയാണ്. കാര്യം നിയമസഭയിൽ പാർലമെന്ററി പാർട്ടി അംഗമല്ലാത്ത ഒരാൾ എങ്ങനെ പോയി ഇരിക്കുമെന്നൊരു ചോദ്യം പ്രസക്തമാണ്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ UDF പക്ഷത്തെ പല MLAമാരും പ്രതിസന്ധിയിലാവുന്നത് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം ആദ്യം ഒറ്റയ്ക്കിരിക്കുന്ന സഭയിൽ വന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചായിരിക്കുമല്ലോ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നില്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേര ചൂണ്ടിക്കാണിച്ചായിരിക്കുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും അത് കുരുക്കാണ് എന്നത് UDF MLAമാർക്കൊരു വിഷമമാണ്, ഒരു പ്രതിസന്ധിയാണ് എന്ന് നമുക്കറിയാം. വനിതാ നേതാക്കൾക്കും അതിൽ കടുത്ത അമർഷമുണ്ട്. ഒരു അവസരമായിരുന്നു ഇത്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് മുന്നിൽ കോൺഗ്രസ് മാതൃകാപരമായ നടപടിയെടുത്തു എന്ന് പറയാൻ കഴിയുന്നൊരു അവസരം കളഞ്ഞു എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ സമ്മർദ്ദം ശക്തമാണെന്ന് തോന്നുന്നു. എന്താണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഋഷിപാൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ നടപടി ഒതുക്കിയതിൽ കടുത്ത അസംതൃപ്തി വലിയൊരു വിഭാഗം നേതാക്കൾക്കുണ്ട്. കാരണം രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനത്ത് അഭിമുഖീകരിക്കുന്നത്. അതിൽ ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സാധാരണ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കാണ് അതിന്റെ ഗുണഫലമുണ്ടാവുക. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരു ലൈംഗിക ആരോപണം ഒരു MLAക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഉയർന്നപ്പോൾ എടുത്ത നടപടി ഇത് പോരാ എന്ന അഭിപ്രായമാണ് വനിതാ നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ളത്. കാരണം എല്ലാ നേതാക്കളും ഒരുപോലെ MLA സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ മറ്റ് ചില കാരണങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നതൊന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കളമൊരുങ്ങിയാൽ അവിടെ ഈ വിഷയം ചർച്ചയായാൽ ഒരുപക്ഷെ UDFന് തിരിച്ചടിയാകും എന്ന ഭയം, ആ ഭയം ചൂണ്ടിക്കാണിച്ചാണ് രാഹുലിന് ഒരു ഇളവ് നൽകുന്നത്, രാജിവെക്കേണ്ടതില്ലെന്ന്. പക്ഷേ ആ ഒറ്റ കാര്യം തന്നെ എതിരാളികൾ ആയുധമാക്കി കഴിഞ്ഞു. കോൺഗ്രസിന് വേണ്ടാത്ത MLA അടിച്ചേൽപ്പിക്കുന്നു എന്ന ആരോപണം. അതിനപ്പുറത്തേക്ക് സഭാ സമ്മേളനം നടക്കുമ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലം സഭയിൽ UDFനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരമാണ്. കാരണം ഇത് അവസാന ഘട്ടമാണ്. ഇനി ഏതാണ്ട് 2 സെഷൻ മാത്രമാണ് സഭാ സമ്മേളനത്തിൽ ഉണ്ടാവുക. അതിൽ ഏറ്റവും ദൈർഘ്യമേറിയ സെഷനുകളാണ്. ആ ദൈർഘ്യമേറിയ സെഷനുകളിൽ സർക്കാരിനെതിരെ എണ്ണി പറയാൻ പറ്റുന്ന ഒട്ടേറെ ആരോപണങ്ങൾ അത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവർ. ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഭരണകക്ഷി പ്രതിരോധിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ശബ്ദരേഖകളും ചാറ്റുകളും ഉയർത്തിയാകും. അതാണ് ആശങ്ക. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെച്ചാൽ ഒരുപക്ഷെ LDFനെതിരെ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ചത് UDF ആണെന്ന് പറയാൻ കഴിയും. അതിനുള്ള അവസരം UDF നഷ്ടപ്പെടുന്നു, കോൺഗ്രസ് നഷ്ടപ്പെടുന്നു എന്നാണ് കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ഉയർത്തുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിനകത്ത് തുടരുകയാണ്. ഇതിനകത്ത് തന്നെ മറ്റൊരു ആലോചന കൂടി നടക്കുന്നുണ്ട്. സഭാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണമെന്ന്. ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്നാലും ആ ചർച്ചകൾ കോൺഗ്രസിനകത്ത് തുടങ്ങിക്കഴിഞ്ഞു. അരുൺകുമാർ. ഓക്കെ റോഷി, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ യൂത്ത് കോൺഗ്രസ് വയനാടിന് വേണ്ടി പിടിച്ച കാശ് ഏതൊക്കെ വഴിക്കാ പോയെന്നൊരു അന്വേഷണം ആവശ്യമല്ലേ എന്നൊരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയൊക്കെ ഭദ്രമാണല്ലോ അല്ലേ? ഈ ഹൈദരാബാദും 5 സ്റ്റാർ ഹോട്ടലും ഡൽഹിയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? അത് യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവില്ലേ റോഷി? അരുൺകുമാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലയളവിലെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കണമെന്ന ആവശ്യം ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യം ശക്തമായാൽ അതിൽ അന്വേഷണം നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തേണ്ട നേതാക്കൾ എല്ലാവരും ക്ലീൻ ഇമേജ് ഉള്ളവരാണ്. അവർ കൃത്യമായി നിലപാട് ഉറക്കെ പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ ഉയർന്നാൽ ആ കാര്യത്തിൽ കൃത്യമായ നടപടിയും അന്വേഷണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും അക്കൗണ്ടിൽ പണമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതാണ്. ഒരുപക്ഷെ അക്കൗണ്ടിൽ പണമുണ്ടാകാം, പക്ഷേ അത് അക്കൗണ്ടിൽ വന്ന പണം മാത്രമാണെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട്. അല്ലാതെ കുറെ പണം പിരിച്ചു എന്ന ആക്ഷേപം അടക്കമുണ്ട്. അതുകൊണ്ട് പുതിയ കമ്മിറ്റി വന്നാൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയുള്ളൂ.